ഇപ്പോൾ എം കെ രാഘവൻ എം പി മാധ്യമങ്ങളെ കാണുന്നു, അദ്ദേഹവും ഒരുപാട് യത്നിച്ചു ഈ കാര്യത്തിൽ. ആദ്യം പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപ ഇദ്ദേഹം കൈമാറി ആശ്വാസനമായി 1 ലക്ഷം രൂപ വ്യക്തിപരമായി ഇദ്ദേഹം കൊടുത്തു കഴിഞ്ഞു. ഇനി വീണ്ടും അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് സാമ്പത്തിക സഹായം കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറാണെന്ന് പറഞ്ഞു. ഏതായാലും അടുത്ത ആഴ്ച വീണ്ടും മുഖ്യമന്ത്രി കാണാൻ വേണ്ടി പോവുകയാണ്. വീണ്ടും ഒരു സാമ്പത്തിക സഹായം റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അവർ തരാൻ തയ്യാറാണ്. അപ്പോൾ അത് അടുത്ത ആഴ്ച പോയി മുഖ്യമന്ത്രി കാണുന്നതാണ്. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇന്ത്യയുടെ ചരിത്രത്തിൽ 72 ദിവസം തുടർച്ചയായി ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അത് അർജുനു വേണ്ടി മാത്രമാണ്. ഒരു സംശയമെടുക്കാൻ അവർക്ക് അത്ഭുതമാണ്. കാരണം ഒരു ഡ്രൈവർക്ക് വേണ്ടി ഇതാണ് അവർ പറയുന്നത്. കേരളം മുഴുവൻ ഒന്നിച്ചെക്കുന്നു. മുഖ്യമന്ത്രി മുതൽ ഇങ്ങോട്ട് മുഴുവൻ മന്ത്രിമാരും MLA-മാരും MP-മാരും നേതാക്കളും ഒരുമിച്ച് നിൽക്കുന്നു. അത് വലിയ മാതൃകയാണ്. അതുകൊണ്ടാണ് 72 ദിവസം. ഇടയ്ക്ക് അദ്ദേഹം നേരത്തെ പറഞ്ഞു, ഇടയ്ക്കൊരു അനിശ്ചിതാവസ്ഥ വന്നു, ഡ്രഡ്ജറിനെ കുറിച്ച് വന്നു. ഞങ്ങൾ വീണ്ടും മുഖ്യമന്ത്രി കാണാൻ വേണ്ടി പോയി. അത് 90 ലക്ഷം വരുമെന്നാണ് അന്നത്തെ റെന്റ് ഒടുവിൽ പറഞ്ഞത്. ഒടുവിൽ മുഖ്യമന്ത്രി ഞങ്ങൾ പ്രസിഡൻസിനെ വിളിച്ച് കലക്ടർ പറയുന്നു, സതീശ് പറഞ്ഞു, അത് കാത്തിൽക്കണ്ട, ഡ്രഡ്ജറിന് അവർക്ക് നിർബന്ധമായി വരാൻ വേണ്ടി ആവശ്യപ്പെടുക. അങ്ങനെ 25 ലക്ഷം ഇദ്ദേഹത്തെ MLA ഫണ്ട് കൊടുത്തു, ബാക്കി 65 ലക്ഷം ഗവൺമെൻറ്റും കൊടുത്തു. ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യ സാധ്യമായ എല്ലാ കാര്യങ്ങളും കർണാടക ഗവൺമെൻറ് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയോടും അവിടുത്തെ ഗവൺമെൻറ്റും ജനങ്ങളോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്താൻ കൂടി അവസരം ഉപയോഗിക്കുകയാണ്. No, we are trying to divert that road, but we have to look at. I have given 2-3 directions because I don't want future it will again having a problem for others. That also we will take care. Okay. അതിവൈകാരികമായ നിമിഷങ്ങൾക്കാണ് ഈ വിലാപയാത്ര സാക്ഷ്യം വഹിക്കുന്നത്. കണ്ണീരണിഞ്ഞ് കണ്ണാടിക്കൽ സാക്ഷിയാകുന്നത് ഇതുവരെ അവർക്ക് കെട്ടുകഴിവ് പോലും ഇല്ലാത്ത ഒരു അന്ത്യയാത്രാ മൊഴിക്കാണ്. ഒരുപക്ഷേ ഈ ജനക്കൂട്ടം മുഴുവൻ, ഈ സ്ക്രീനിൽ കാണുന്ന ജനക്കൂട്ടം, നിങ്ങൾക്കറിയാം, ഈ സതീഷ് കൃഷ്ണ സെയിലിനെ എം കെ രാഘവൻ അഭിനന്ദിക്കുന്ന ദൃശ്യമാണ് കണ്ടത്. കാര്യം ഈ MLA നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഈ MLA-യുടെ സ്നേഹപൂർവമായ നിർബന്ധങ്ങൾ, അദ്ദേഹത്തിൻ്റെ വാത്സല്യം, അദ്ദേഹത്തിൻ്റെ അക്ഷീണമായ യത്നം, ഇതെല്ലാം ഈ ദൗത്യത്തിന് ഉപകരിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.